ഹായ്, എല്ലാവർക്കും നമസ്കാരം. മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സലിലെ ഒരു ടേബിൾ ഓട്ടോകാഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് എക്സലിലെ ടേബിൾ നമുക്ക് ഓട്ടോകാഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ ഉള്ള ഒരു ടേബിൾ എങ്ങനെയാണ് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ്. അതായത് നമ്മൾ ഓട്ടോകാഡിൽ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു ടേബിളായി ഓട്ടോകാഡിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കത് എക്സൽ ഫയലായിട്ട് വേണം. അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഈ ടേബിളാണ് എനിക്ക് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ടേബിൾ ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ അടിക്കുക. റൈറ്റ് ബട്ടൺ അടിക്കുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതേപോലെ ടേബിൾ സ്റ്റൈല്, സൈസ് കോളംസ് ഈക്വലി, അതേപോലെ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്പോർട്ട് എന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അത് ചോദിക്കും. ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡറിൽ കൊടുക്കുന്നു. ടേബിൾ 1 എന്നാണ്, അതായത് അതിൻ്റെ ടേബിളിൻ്റെ പേരാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ 001 എന്ന് കൊടുത്ത് സേവ് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഇനി ഡ്രോയിങ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ ഫോൾഡറിൽ പോയി നോക്കാം. ഇതാ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇത് റൈറ്റ് ബട്ടൺ അടിച്ച് ഓപ്പൺ വിത്ത് എക്സൽ കൊടുക്കാം. ഇത് ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കാണിക്കാം. ഇതാ രണ്ടും കാണാൻ പറ്റും. ഡോർ 2, ഡോർ 3, ഡോർ 1, ഡോർ 2 എല്ലാം തന്നെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്പേഴ്സ്, ഫ്ലോറ്, സൈസ്, ഐറ്റംസ് അതും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഓട്ടോകാഡ് ടേബിൾ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.